പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. രാജ്യത്ത് പണമുള്ളവനെ പരീക്ഷ ജയിക്കാനാകുമെന്ന് രാഹുൽ ഗാന്ധി. പേപ്പർ വ്യാപകമായി ചോർന്നിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. ചോദ്യപേപ്പർ ചോർച്ചയിലെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 7ാം നാൾ. ഗംഗാവലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സിന്റെ തിരച്ചിൽ. പരിശോധന പുഴയിൽ രൂപപ്പെട്ട മൺകൂനകളുടെ ഭാഗത്ത്. രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരെന്ന് അർജുന്റെ കുടുംബം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. മലങ്കര സഭയുടെ മഴുവന്നൂർ പുള്ളിന്താനം പള്ളികളിൽ യാക്കോബയ വിശ്വാസികളുടെ പ്രതിഷേധം. കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമം തടഞ്ഞ വിശ്വാസികൾ. ഗേറ്റിന്റെ പൂട്ട് പൊളിക്കാൻ പോലീസ്. പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിലുറച്ച് പ്രതിഷേധക്കാർ. നിപയിൽ ജാഗ്രത തുടർന്ന് കേരളം. മരിച്ച 14കാരന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ വിദഗ്ധരും സംഘത്തിൽ. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വിദ്യാർത്ഥിക്ക് രോഗമുക്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി. പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ശക്തമായ സമ്മർദ്ദത്തിന് പിന്നാലെ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിർദ്ദേശിച്ച് ബൈഡൻ. കമലയെ തോൽപ്പിക്കാൻ എളുപ്പമെന്ന് ഡൊണാൾഡ് ട്രംപ്.